ഇന്ത്യൻ ജനാധിപത്യം കണ്ട നിർണായക തെരഞ്ഞെടുപ്പുകളിലൊന്നായിരുന്നു 2024 ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. TDP, ജനസേന, BJP സഖ്യം വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുകയും ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയാകുകയും ചെയ്തു. എന്നാൽ 2 കൊല്ലത്തിന് ശേഷം അന്നത്തെ തെരഞ്ഞെടുപ്പിൽ നടന്ന അസാധാരണ വോട്ടിംഗ് രീതികൾ സംബന്ധിച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പരകാല പ്രഭാകറും പ്രശാന്ത് ഭൂഷണും നടത്തിയ വെളിപ്പെടുത്തലുകൾ പുതിയ വിവാദങ്ങൾക്ക് തിരിയിട്ടു കഴിഞ്ഞു. ഭരണപക്ഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ ആരോപണങ്ങളെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് തള്ളുമ്പോഴും ജനാധിപത്യത്തിന്റെ അടിത്തറയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുന്നതാണ് വെളിപ്പെടുത്തലുകൾ. ആന്ധ്രയെ ചൂടുപിടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് വിവാദത്തിന്റെ പശ്ചാത്തലവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പരിശോധിക്കുകയാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. ആന്ധ്രയിലെ അദ്ഭുത വിജയത്തിന് പിന്നിൽ അട്ടിമറിയും. 2024 ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ 2024 ജൂൺ 4-നാണ് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിൽ ചന്ദ്രബാബു നായിഡുവിന്റെ TDP നയിക്കുന്ന NDA സഖ്യം 175 സീറ്റുകളിൽ 164 എണ്ണം നേടി ഗംഭീര വിജയം സ്വന്തമാക്കിയത് രാഷ്ട്രീയ എതിരാളികളെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു. TDP 135 സീറ്റുകൾ നേടി ഏറ്റവും വലിയ കക്ഷിയായി. ജനസേന മത്സരിച്ച 21 സീറ്റുകളിലും വിജയിച്ചു. BJP 8 സീറ്റുകൾ നേടി. ഭരണത്തിലിരുന്ന YS ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRCP 11 സീറ്റുകളിലേക്ക് ഒതുങ്ങി. അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപണങ്ങൾ ഉയർന്നിരുന്നെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിലെത്തി നിൽക്കെ കഴിഞ്ഞ ദിവസമാണ് അന്ന് അർദ്ധരാത്രിയിൽ നടന്ന അസാധാരണമായ വോട്ടിംഗ് പാറ്റേൺ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങളോടെയുള്ള വെളിപ്പെടുത്തൽ പുറത്തുവന്നത്. 2024 ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 17.19 ലക്ഷം വോട്ടർമാർ അസാധാരണമാം വിധം അർദ്ധരാത്രിയിൽ വോട്ടു ചെയ്തുവെന്നതാണ് വിവാദത്തിന്റെ അടിസ്ഥാനം. പോളിംഗ് ദിവസം വൈകുന്നേരം 5 മണിക്ക് 68.04% വോട്ടിംഗ് നില അർദ്ധരാത്രിയോടെ 76.50% പുതുക്കപ്പെട്ടു. പിന്നീട് 4 ദിവസത്തിന് ശേഷമാണ് 81.79% എന്ന അന്തിമ വോട്ടിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് അധികൃതർ പ്രഖ്യാപിച്ചത്. അധികൃതരുടെ ഈ തിരുത്തൽ പ്രഖ്യാപനങ്ങളിലെ ദുരൂഹതയിലേക്കാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പരകാല പ്രഭാകർ വിരൽ ചൂണ്ടുന്നത്. രാത്രി 8 മണിക്കും പുലർച്ചെ 2 മണിക്കുമിടയിൽ 52 ലക്ഷം പേരാണ് വോട്ട് ചെയ്തത്. അർദ്ധരാത്രി 12 മണിക്കും പുലർച്ചെ 2 മണിക്കുമിടയിൽ ഏകദേശം 17.19 ലക്ഷം വോട്ടുകൾ, അതായത് ആകെ വോട്ടിന്റെ 4.16% രേഖപ്പെടുത്തിയതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക്. 3500 ബൂത്തുകളിൽ രാവിലെ 2 മണിവരെ വോട്ടെടുപ്പ് തുടർന്നു. അതായത് അർദ്ധരാത്രിക്ക് ശേഷം ചില ബൂത്തുകളിൽ ഓരോ 6 സെക്കൻഡിലും ഓരോ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ നിരത്തി സാമ്പത്തിക വിദഗ്ധൻ പരകാല പ്രഭാകർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു വോട്ട് ചെയ്താൽ EVM-ൽ അടുത്ത വോട്ട് രേഖപ്പെടുത്താൻ 14 സെക്കൻഡ് സമയമെടുക്കും. പിന്നെങ്ങനെ 6 സെക്കൻഡ് കൊണ്ട് വോട്ട് രേഖപ്പെടുത്താനാകും? ഒരു വോട്ടർക്ക് ഇത്രയും സമയത്തിനുള്ളിൽ ബൂത്തിൽ കയറി നടപടി പൂർത്തീകരിച്ച് വോട്ട് ചെയ്ത് മടങ്ങാനാകുമോ? അദ്ദേഹം ചോദിക്കുന്നു. ഔദ്യോഗിക കണക്ക് പ്രകാരം രാത്രി 11:45-നും പുലർച്ചെ 2-നുമിടയ്ക്ക് ശരാശരി 20 സെക്കൻഡിൽ ഒരു വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രായോഗികതയിലേക്കും വിരൽ ചൂണ്ടുകയാണ് പരകാല പ്രഭാകർ. ഓരോ ബൂത്തിലും പോൾ ചെയ്ത വോട്ടുകളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഫോം 17C എന്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയില്ല എന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ചോദിച്ചു. വോട്ടർ പട്ടികകൾ മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതിൽ ദുരൂഹതയുണ്ട്. സ്വതന്ത്ര പരിശോധനയെ ഇത് ദുഷ്കരമാക്കും. വിശ്വാസ്യത ഉറപ്പാക്കാൻ VVPAT സ്ലിപ്പുകൾ എണ്ണുന്നത് നിർബന്ധമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അന്ന് ആരോപണങ്ങൾ ഉന്നയിക്കാതെ 2 വർഷത്തിന് ശേഷം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. പരാതികൾ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ കോടതിയെ സമീപിക്കണമായിരുന്നു. വോട്ടെണ്ണൽ ദിവസം വൈകുന്നേരം 7 മണിക്ക് നൽകുന്ന ഏകദേശ കണക്കുകളും പിറ്റേന്ന് പുറത്തുവിടുന്ന കൃത്യമായ കണക്കുകളും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് തെറ്റായ രീതിയാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തെയോ വോട്ടിംഗ് രീതിയെയോ ഔദ്യോഗികമായി ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വോട്ട് ചെയ്ത് 45 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണമായിരുന്നു. അതേസമയം പോളിംഗ് ശതമാനത്തിന്റെ അതേ ദിവസത്തെ വെളിപ്പെടുത്തലും ബൂത്ത് തലത്തിലുള്ള വോട്ടിംഗ് സംഗ്രഹവും ഉടനടി പുറത്തുവിടണമെന്ന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ SY ഖുറേഷി ആവശ്യപ്പെട്ടു.
മുൻ മുഖ്യമന്ത്രിയും YSRCP അധ്യക്ഷനുമായ ജഗൻമോഹൻ റെഡ്ഡി തെരഞ്ഞെടുപ്പിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഉയർന്ന വിവാദങ്ങളെ സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെയുള്ള ശക്തമായ ആയുധമാക്കി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിയുടെ കയ്യിലെ കളിപ്പാവയായി മാറിയെന്നും 2024 ജനവിധി അട്ടിമറിക്കപ്പെട്ടതായും മുഖ്യ പ്രതിപക്ഷമായ YSRCP ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രവും നിഷ്പക്ഷവുമായല്ല പ്രവർത്തിച്ചത് എന്ന് കോൺഗ്രസ് നേതാക്കളും CPIM-ഉം ആരോപിച്ചു. ആരോപണങ്ങൾ വ്യാപകമായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ടെങ്കിലും ഭരണഘടനാപരമായി തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. VVPAT സ്ലിപ്പുകൾ 100% എണ്ണണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജികൾ കോടതി നേരത്തെ തീർപ്പാക്കിയിരുന്നു. ഇപ്പോൾ ഉയർന്ന അർദ്ധരാത്രിയിലെ വോട്ടിംഗ്, 6 സെക്കൻഡിൽ 1 വോട്ട് തുടങ്ങിയ ആരോപണങ്ങൾ ആധാരമാക്കി സംയുക്തമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. ആന്ധ്രാപ്രദേശിലെ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയമായി NDA സഖ്യത്തിന്റെ വലിയ വിജയമായി അടയാളപ്പെടുത്തിയെങ്കിലും 2 വർഷത്തിനു ശേഷം ഉയരുന്ന ആരോപണങ്ങളെ നിസ്സാരമായി തള്ളാനാവില്ല. അർദ്ധരാത്രിയിലെ വോട്ടിംഗും അതിന്റെ അസാധാരണമായ വേഗതയും സംബന്ധിച്ച പൊരുത്തക്കേടുകൾ സാധാരണക്കാരിലും രാഷ്ട്രീയ നിരീക്ഷകരിലും ഒരുപോലെ ആശങ്ക ഉയർത്തുന്നവയാണ്. ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെ ചോദ്യം ചെയ്തുള്ള ആരോപണങ്ങളിൽ കോടതിയുടെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും ഇടപെടലുകൾ എത്രത്തോളം വ്യക്തത വരുത്തും എന്ന് കണ്ടറിയുക തന്നെ വേണം. കൃത്യമായ ശാസ്ത്രീയ വിശദീകരണം നൽകാനെങ്കിലും അധികൃതർ തയ്യാറാവേണ്ടതുണ്ട്. ഇതോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർത്തിയാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.